എ ഡിവോഴ്സ്ഡ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ. മരിച്ച മകളേക്കാൾ നല്ലത് വിവാഹമോചിതയായ മകളാണ്. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ മുഴങ്ങിക്കേട്ട തലവാചകമാണിത്. പ്രത്യക്ഷത്തിൽ ആകർഷകവും നിർദോഷകരവുമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം നാം കാണാതെ പോകരുത്. കുടുംബജീവിതത്തിൽ ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വിവാഹമോചനമാണെന്ന തെറ്റായതും അപകടകരവുമായ സന്ദേശമാണ് ഈ മുദ്രാവാക്യം സമൂഹത്തിൻ്റെ മുൻപിൽ വയ്ക്കുന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങളിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ ജീവിതങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളം ഏറെ ചർച്ച ചെയ്തിരുന്നു. വിവാഹാനന്തരം പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും പ്രതിസന്ധികളുമായിരുന്നു മാധ്യമങ്ങളിലെ സജീവ ചർച്ചാ വിഷയം. തീർച്ചയായും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയും യാതന അനുഭവിക്കുവാൻ പാടുള്ളതല്ല. ഒരു കാര്യം കൂടെ ഈ തരുണത്തിൽ പറയാതിരിക്കാൻ കഴിയത്തില്ല. പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന സ്ത്രീധനത്തിൻ്റെ കണക്ക് നോക്കിയിട്ട് കല്യാണക്കുറി അടിക്കുന്നത് മുതൽ എന്തിനേറെ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി പയ്യന്മാരുടെ വീടുകളിൽ നടത്തുന്ന മദ്യസൽക്കാരം വരെ സ്ത്രീധന തുകയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന തികച്ചും മ്ലേച്ഛകരമായ, അതെ, ആ വാക്ക് മാത്രമേ അതിന് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ, ഇത് തികച്ചും ലജ്ജാകരമാണെന്ന് നമ്മുടെ പയ്യന്മാരും അവരുടെ വീട്ടുകാരും മനസ്സിലാക്കണം. എന്നാൽ ക്രിയാത്മകമായ ഇത്തരം ചർച്ചകൾക്കിടയിൽ തന്നെ സ്ത്രീകളുടെ സുരക്ഷിതത്വവും അവകാശങ്ങളും സംരക്ഷിക്കുവാനെന്ന വ്യാജേന കുടുംബ ഭദ്രതയെ തകർക്കുവാനുള്ള ഗൂഢശ്രമങ്ങൾ ചിലർ തിരികെ കയറ്റുന്നത് നാം കണ്ടില്ലെന്ന് നടിക്കരുത്. വിവാഹമോചനത്തെ മഹത്വവൽക്കരിക്കാനുള്ള അപകടകരമായ പ്രവണത ഉയർന്നു വരുന്നത് ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം വിവാഹമോചനമാണ് എന്നതാണ് ചിലരുടെ വാദം. കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ചില വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഇത്തരം ആശയങ്ങളിലൂടെ സാത്താൻ്റെ ഏജന്റുമാരായി മാറുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാത്താൻ ഭയക്കുന്നത് ദൈവം രൂപം നൽകിയ കുടുംബ സംവിധാനത്തെയാണ്. ആ കുടുംബങ്ങളെ തകർക്കുക എന്നതാണ് സാത്താൻ്റെ പ്രധാന ലക്ഷ്യവും. അത്തരം ശ്രമങ്ങൾ അവൻ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതുമല്ല. ഏദൻ തോട്ടം മുതൽക്കേ അത് ആരംഭിക്കുന്നു. ലോകാവസാനം വരെ അവനത് തുടർന്നു പോരുകയും ചെയ്യും. അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലാണ് സാത്താൻ കുടുംബങ്ങളെ തകർക്കാൻ ഉന്നം വെച്ച് ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾക്ക് ഏക പോംവഴി വിവാഹമോചനം മാത്രമേ ഉള്ളൂ എന്ന തരത്തിലുള്ള പ്രചരണം തികച്ചും സാത്താൻ്റെ കുതന്ത്രം തന്നെയാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി വിവാഹമോചനത്തെ നമ്മുടെ പൂർവികർ കണ്ടിരുന്നുവെങ്കിൽ നമ്മുടെ സമൂഹം എത്ര പണ്ടേ മൂല്യച്യുതിക്ക് അടിമപ്പെട്ട് നാമാവശേഷമായി പോയിരുന്നേനെ. വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നിട്ടും കുടുംബങ്ങളെ ചിതറിപ്പോകാതെ കാത്തു സംരക്ഷിക്കുവാൻ പഴയ തലമുറയ്ക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പുതിയ തലമുറയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും അങ്ങനെ ഒരു നീക്കം പോലും നടത്തുന്നില്ല. ദൈവിക പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നവയാണ് ഓരോ വിവാഹമോചനങ്ങളും. മനുഷ്യൻ കണ്ടുപിടിച്ച സമ്പ്രദായമല്ല, ദൈവം കൂട്ടിയോജിപ്പിച്ച കൂട്ടായ്മയാണ് കുടുംബം. അതുകൊണ്ടാണ് മനുഷ്യ വർഗത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ക്ഷതങ്ങളും ഇടർച്ചകളും പതർച്ചകളും കുറവുകളും ഉണ്ടെങ്കിൽ കൂടി കുടുംബ വ്യവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു പോരുന്നത്. കാറ്റിൽ വിളക്കുകൾ അണഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കൈപ്പടം ചേർത്ത് വെച്ച്
അതിനെ മറച്ചു പിടിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കാം. കുടുംബത്തെ തകർക്കാനുള്ള എല്ലാ രഹസ്യ അജണ്ടകളെക്കുറിച്ചും നാം കൂടുതൽ ബോധവാന്മാരാകേണ്ട കാലമാണിത്. അവയെ പ്രതിരോധിക്കാൻ നാം സർവശക്തിയും പ്രയോഗിക്കേണ്ടതുമുണ്ട്. എ ഡിവോഴ്സ്ഡ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ എന്ന ക്യാപ്ഷനിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മ മനസ്സിലാക്കി സമൂഹത്തെ തകർക്കുന്ന ഇത്തരം ആശയങ്ങളിൽ വീഴാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു.